നമുക്കിനി ആന്റിന പാരാമീറ്ററിനകത്ത് തന്നെ പഠിക്കാനുള്ള അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അപ്പർച്ചർ ആണ്. ഇതാണ് ലാസ്റ്റ് അപ്പർച്ചർ. നമ്മൾ ഇതുവരെ പഠിച്ച അപ്പർച്ചേഴ്സ് എഫക്റ്റീവ് അപ്പർച്ചർ പഠിച്ചു, സ്കാറ്ററിംഗ് അപ്പർച്ചർ പഠിച്ചു, കളക്റ്റീവ് അപ്പർച്ചർ പഠിച്ചു, ലോസ് അപ്പർച്ചർ പഠിച്ചു. ഇനിയിപ്പോൾ ഫിസിക്കൽ അപ്പർച്ചർ. ഫിസിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ആന്റിന എന്നേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ അപ്പർച്ചർ ഈസ് റിലേറ്റഡ് ടു ഫിസിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ആന്റിനയുടെ ക്രോസ് സെക്ഷനുമായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം പറയാൻ വേണ്ടിയുള്ളത് അതിന് വേറൊരു ഡെഫിനേഷനായിട്ട് വരുന്ന കഴിഞ്ഞാൽ ഫിസിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ആന്റിന പെർപെൻഡിക്കുലർ ടു ദ ഇൻസിഡന്റ് ഓഫ് EM വേവ് എന്നാണ് നമ്മൾ എടുക്കുക. അപ്പം നമുക്ക് ഫിസിക്കൽ അപ്പർച്ചർ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ അപ്പർച്ചറിന്റെ കേസിൽ നമുക്ക് ആന്റിനയുടെ സൈസ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആന്റിനയുടെ സൈസ് കൂടുതലാകുമ്പോഴത്തേക്ക് എഫക്റ്റീവ് അപ്പർച്ചറും ഫിസിക്കൽ അപ്പർച്ചറും തമ്മിലുള്ള റിലേഷൻസിന് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ലാർജർ സൈസ് ഉള്ള ആന്റിന ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഫിസിക്കൽ അപ്പർച്ചർ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. സൈസ് കൂടുതലായത് കാരണം ഫിസിക്കൽ അപ്പർച്ചർ കൂടുതലായിരിക്കും എഫക്റ്റീവ് അപ്പർച്ചറിനേക്കാൾ. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഒരു ഹോൺ ആന്റിന ആകുമ്പോഴത്തേക്ക് എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ 50% ഓഫ് ഫിസിക്കൽ അപ്പർച്ചർ ആയിട്ടാണ് വരിക. പാരാബോളിക് റിഫ്ലക്ടറിന്റെ കേസിൽ വരുമ്പോൾ 50 to 65% ഉണ്ട്. 60 അല്ല, 65% ഓഫ് AP ആണ് നമ്മളിവിടെ എടുക്കുക. ഇനിയിപ്പോ ഐഡിയൽ സൈസ് ആന്റിനയുടെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ AP is equal to AE എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുക്കാം. AP is equal to AE ആണെങ്കിൽ അതിന്റെ ഡയറക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. ഡയറക്ടിവിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴത്തേക്ക് D is equal to 4π divided by lambda square into AE. അപ്പൊ ഇവിടെ നമുക്കറിയാം AEയും AP സെയിം ആയത് കാരണം D മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π divided by lambda square into AP എന്നാണ് എടുക്കുക. നമ്മൾ രണ്ട് റേഷ്യോ നേരത്തെ പറഞ്ഞു, എഫക്റ്റീവ്നെസ് റേഷ്യോ പറഞ്ഞു ആൽഫ എന്ന്, അതുപോലെ സ്കാറ്ററിംഗ് റേഷ്യോ നമ്മൾ പറഞ്ഞായിരുന്നു ബീറ്റ എന്ന്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാൻ അബ്സോർപ്ഷൻ റേഷ്യോ ആണ്, ഗാമ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് AE AP തമ്മിലുള്ള റേഷ്യോ ആണ്. AE മാക്സിമം ഡിവൈഡ് ബൈ AP ആണ് നമ്മൾ എടുക്കുക. അതിന്റെ വാല്യൂ എപ്പോഴും 0 to ഇൻഫിനിറ്റി ആയിരിക്കും അതിന്റെ വാല്യൂ എടുക്കുക. ഇത്രയാണ് അപ്പർച്ചറുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ളത്.